വയോധികനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ പ്രതിക്ക് ജീവപര്യന്തം. ഇരവിപുരം വള്ളക്കടവ് സ്വദേശി നവാസിനെയാണ് ജീവപര്യന്തം തടവിനും 1 ലക്ഷം രൂപ പിഴയടയ്ക്കാനും ശിക്ഷിച്ചത്. കൊല്ലം 1-ാം ക്ലാസ് അഡീഷണൽ ജില്ലാ സെഷൻസ് ജഡ്ജ് PN വിനോദാണ് ശിക്ഷ വിധിച്ചത്. 2023 നവംബർ 8-നായിരുന്നു കേസിനാസ്പദമായ സംഭവം. ഇരവിപുരം വള്ളക്കടവ് സുനാമി ഫ്ളാറ്റിൽ താമസിച്ചിരുന്ന സെബാസ്റ്റ്യനാണ് കൊല്ലപ്പെട്ടത്. 2023 നവംബർ 8-നായിരുന്നു കേസിനാസ്പദമായ സംഭവം. ഇരവിപുരം മാർക്കറ്റിലെ പഴക്കച്ചവടക്കാരനായിരുന്നു കൊല്ലപ്പെട്ട സെബാസ്റ്റ്യൻ. അദ്ദേഹത്തിന്റെ വീടിന്റെ എതിർവശത്താണ് പ്രതി താമസിച്ചിരുന്നത്. പുകവലിക്കാരനായ പ്രതി നിരന്തരം ബീഡിക്കുറ്റികൾ സെബാസ്റ്റ്യന്റെ വീടിന്റെ കതകിന് മുന്നിലിടുമായിരുന്നു. ഇത് സംബന്ധിച്ച് സെബാസ്റ്റ്യന്റെ ഭാര്യയും മരുമകളും ചേർന്ന് പ്രതിയുടെ അമ്മയോട് പരാതി പറഞ്ഞതാണ് പ്രകോപനം. ഉച്ചയൂണ് കഴിച്ചുകൊണ്ടിരുന്ന സെബാസ്റ്റ്യനെ വീട്ടിൽ അതിക്രമിച്ചു കയറി കത്താളുകൊണ്ട് തലയ്ക്ക് വെട്ടുകയായിരുന്നു. തലയൂട്ട് പൊട്ടി ഗുരുതരമായി പരിക്കേറ്റ സെബാസ്റ്റ്യൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ നവംബർ 18-നാണ് മരിച്ചത്. തടസ്സം പിടിക്കാൻ ശ്രമിച്ച സെബാസ്റ്റ്യന്റെ ഭാര്യയെയും മകളെയും പ്രതി ഉപദ്രവിച്ചിരുന്നു. അവർ ദൃക്സാക്ഷികളായി കോടതിയിൽ മൊഴി നൽകി. പ്രതി മാനസിക രോഗ ചികിത്സയ്ക്ക് വിധേയനായിട്ടുണ്ടെന്ന് പ്രതിഭാഗം വാദിച്ചിരുന്നു. തിരുവനന്തപുരം മെന്റൽ ഹെൽത്ത് സെന്ററിലെ ഡോക്ടർമാരെ സാക്ഷികളായി വിസ്തരിച്ചിരുന്നു. കുറ്റകൃത്യത്തിനു ശേഷം സ്ഥലത്തുനിന്ന് ആയുധവുമായി രക്ഷപ്പെടാൻ ശ്രമിച്ചതും കൃത്യത്തിനുപയോഗിച്ച ആയുധം മറവ് ചെയ്യാൻ ശ്രമിച്ചതും പ്രതിക്ക് കുറ്റകൃത്യത്തെക്കുറിച്ച് തികഞ്ഞ ബോധ്യമുള്ളതുകൊണ്ടാണെന്നും കൃത്യം നടന്ന സമയത്ത് പ്രതിക്ക് മാനസിക രോഗമുണ്ടെന്ന് തെളിയിക്കാൻ പ്രതിഭാഗത്തിന് കഴിഞ്ഞില്ല എന്നതുമുള്ള പ്രോസിക്യൂഷൻ വാദം കോടതി അംഗീകരിക്കുകയായിരുന്നു. ഇരവിപുരം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർമാരായ R രാജീവ്, V ഷിബു എന്നിവർ അന്വേഷിച്ച കുറ്റപത്രം ഹാജരാക്കിയ കേസിൽ പ്രോസിക്യൂഷന് വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സിസിൻ G മുണ്ടക്കൽ, അഡ്വക്കേറ്റ് അഗ്നേഷ് S ലാൽ എന്നിവർ ഹാജരായി. പ്രോസിക്യൂഷൻ നടപടികൾ ഏകോപിപ്പിച്ചത് ASI മഞ്ജുഷയായിരുന്നു. കൊല്ലപ്പെട്ടയാളിന്റെ വീട്ടിൽ അതിക്രമിച്ചു കടന്ന കുറ്റത്തിന് 5 വർഷം കഠിന തടവും 25,000 രൂപ പിഴയും പ്രത്യേകം വിധിച്ചിട്ടുണ്ട്. ശിക്ഷ ഒരുമിച്ച് അനുഭവിച്ചാൽ മതി. ന്യൂസ് ബ്യൂറോ, കൊല്ലം.